ആദ്യ ഗൂഢാലോചന കേസിലെ 30-ാം പ്രതി പടയങ്കണ്ടി രവീന്ദ്രന്റെ പൂക്കടയിൽ നടന്നുവെന്നാണ് പ്രോസിക്യൂഷൻ വാദം. 2012 ഏപ്രിൽ 2-ന് 3 മണിക്കും 3:15-നും ഇടയിൽ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം 14-ാം പ്രതി പി മോഹനൻ, അന്തരിച്ച CH അശോകൻ, CPM നേതാക്കളായ 10-ാം പ്രതി KK കൃഷ്ണൻ, 8-ാം പ്രതി KC രാമചന്ദ്രൻ എന്നിവർ പൂക്കടയിലെത്തി. ഇനിയും അവനെ വെച്ചിരുന്നാൽ പാർട്ടി പ്രവർത്തകർ അടങ്ങിയിരിക്കില്ലെന്ന് KC രാമചന്ദ്രൻ പറഞ്ഞതായി സാക്ഷി മൊഴി നൽകി. അക്കാര്യം നമുക്ക് ശരിയാക്കാമെന്ന് പി മോഹനൻ പ്രതികരിച്ചതായി സാക്ഷിയായ സുരേഷ് ബാബു മൊഴി നൽകി. രണ്ടാമത്തെ ഗൂഢാലോചന ചൊക്ലിയിലെ സമീറ ക്വാർട്ടേഴ്സിൽ വൈകിട്ട് 4-നും 5-നും മധ്യേ MC അനൂപ്, കൊടിസുനി, KC രാമചന്ദ്രൻ, ട്രൗസർ മനോജ്, ജ്യോതി ബാബു എന്നിവർ ഒത്തുകൂടി. അടുത്തത് ഏപ്രിൽ 20-ന് 13-ാം പ്രതി PK കുഞ്ഞനന്തന്റെ വീട്ടിൽ വെച്ച്. രാവിലെ 7:45-നും 8-നും ഇടയിൽ KC രാമചന്ദ്രൻ കുഞ്ഞനന്തന്റെ വീട്ടിലെത്തി, കൂടെ ട്രൗസർ മനോജും. തുടർന്ന് KC രാമചന്ദ്രൻ പി മോഹനനെ ഫോണിൽ വിളിച്ച് കുഞ്ഞനന്തന് കൈമാറി. പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടെന്ന് പി മോഹനൻ ഫോണിൽ കുഞ്ഞനന്തനെ അറിയിച്ചെന്ന് പ്രോസിക്യൂഷൻ വാദം. ഏപ്രിൽ 24-ന് കുഞ്ഞനന്തന്റെ വീട്ടിൽ തന്നെയാണ് 4-ാമത്തെ ഗൂഢാലോചന. 18-ാം പ്രതി വായപ്പടച്ചി റഫീഖ്, 2-ാം പ്രതി കിർമാണി മനോജ്, അനൂപ്, കൊടിസുനി, 5-ാം പ്രതി മുഹമ്മദ് ഷാഫി എന്നിവർ പങ്കെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയ സാക്ഷിക്ക് കുഞ്ഞനന്തനെ തിരിച്ചറിയാനായില്ല. ഇതിനു പുറമെ നിരവധി ഫോൺ കോളുകളുടെ വിശദാംശങ്ങളും കോടതിയിൽ ഹാജരാക്കി. TP ചന്ദ്രശേഖരൻ്റേതുൾപ്പെടെ 42 ഫോൺ കോളുകളുടെ വിശദാംശങ്ങളാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത്. ഇതിൽ 33 നമ്പറിൽ നിന്നുള്ള വിശദാംശങ്ങൾ കോടതി രേഖപ്പെടുത്തി. പ്രതിഭാഗത്തിന്റെ 3 കോൾ വിശദാംശങ്ങളും തെളിവായി സ്വീകരിച്ചു. 5 മൊബൈൽ ഫോൺ സേവനദാതാക്കളുടെ നോഡൽ ഓഫീസർമാരെ വിസ്തരിച്ചു. മീഡിയ 1 കോഴിക്കോട്.